അങ്ങനെ ഇതാ നാളത്തെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് തയ്ക്കണതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിട്ടോ. എൻ്റേത് കുറച്ച് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇതുമൂന്ന് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഫുള്ളും ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ആയിട്ട് ഇത് നടക്കുന്ന ഞാനൊരു ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് മുകൾക്കാണ് വന്നിട്ട് പിന്നെ ഇതാ ഞാൻ ഏകദേശം ഒരു 6-6:30 കൂടിയാണ് താഴേക്ക് വന്നത് കേട്ടോ. ഇന്നത്തെ കല്യാണത്തലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകും വേണം. കല്യാണത്തിനേക്കാളും എനിക്കിഷ്ടം കല്യാണ തലേന്നാണ് കേട്ടോ. കാരണം അന്നായിരിക്കും ഒരു കൂടുതൽ ഒരു ഓളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഞാൻ വേഗം വന്ന് കുളിച്ചു. ഇതുമൂനി ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഈ ഒരു വൈകുന്നേരം രാത്രിയൊക്കെ തന്നെയാണ് കുളിക്കാറുള്ളത്. അപ്പോൾ അത് അവളെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാനും നല്ല പുതിയതല്ല ഒരു കല്യാണ തലേന്നൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ടു, കമ്മലൊക്കെ ഇട്ട് നമ്മൾ ക്രീമൊക്കെ തേച്ച് ഒരുങ്ങാണ് കേട്ടോ. മക്കൾ ആരുമില്ല, ഞാനും ഇതുമ്മു എൻ്റെ കെട്ടിനും മാത്രമേ ഉള്ളൂ. അംഗസംഖ്യ കുറഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ കൊടുക്കെങ്കിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ആദ്യം ഞങ്ങളൊക്കെ പോകുമ്പോൾ വണ്ടി നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കാറിൽ കയറിയാൽ ഞാൻ ഇതുമ്മനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തോ പോലെയൊക്കെ ഇങ്ങനെ ഒരു മിസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ വേഗം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പുറത്തത്തെ ലൈറ്റ് മാത്രം ഇട്ട് വരുമ്പോൾ ഒരു വെളിച്ചം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. എപ്പോഴും മടങ്ങി വരിക എന്നറിയില്ലല്ലോ. അവിടെ കുറേ ഗാനമേള പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുമുന്നോടൊക്കെ സ്പെഷ്യൽ ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ. കണ്ടോ, എന്നാലും നേരെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് എത്തിയത്. ഫുഡാണല്ലോ മുഖ്യം. അങ്ങനെ ഇന്ന് ഇവിടെ എല്ലാം നെയ്ച്ചോറ്, ബീഫ്, പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഒരു ചപ്പാത്തി എടുത്തു, കുറച്ച് കൂടുതൽ ബീഫ് എടുത്തു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു. ഇതും ഇതവിടെ നെയ്ച്ചോറും ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സലാഡും അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാനും കുറിച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ടായി. നല്ല സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ലുക്കായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ മക്കളൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ പിന്നെയും മോളൂനും നീനുവിനൊക്കെ ഓർത്തിട്ടോ. മോളാണെങ്കിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും സ്റ്റേജ് കണ്ട അവൾ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ആടും കേട്ടോ. അവൾക്ക് ഡാൻസ് എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ അങ്ങനെ മടിയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനത്തെ മടിയോ കാര്യങ്ങളൊന്നുമില്ല. അവൾ ഏത് സ്റ്റേജിൽ കയറിയിട്ടും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും. ഇതും ഇനി കളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവളൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കയറി കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തെങ്ങി പിന്നെ പരിപാടികളൊക്കെ കണ്ടിതാ ഞങ്ങളൊരു 10-11 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയും എനിക്ക് കുറച്ചും കൂടി ഇതുമൂന്ന് ഡ്രസ്സിൻ്റെ കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി തയ്ക്കണം. ഇപ്പം തന്നെ സമയം ഞാൻ കാണിച്ച് തരാം. 11 മണിയായിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കിടക്കാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നാളത്തെ വീഡിയോ കാണാം. ബൈ.